കർക്കിടക മാസം എന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഓർമ്മ വരാറ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അമ്പലങ്ങളിൽ നിന്ന് കേൾക്കുന്ന ഭക്തിഗാനങ്ങളും രാമായണം വായിക്കുന്ന ശബ്ദങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളാണ്. കർക്കിടക മാസം അഥവാ രാമായണ മാസം എന്നത് ഹൈന്ദവ വിശ്വാസപ്രകാരം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇന്ന് ശരിക്കും ഒരു അമ്പല ദിവസം തന്നെയായിരുന്നു. ആദ്യമേ ഞങ്ങൾ വീട്ടിൽ നിന്നിറങ്ങി ചിറക്കട ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെത്തി. അവിടുന്ന് തൊഴുതു പൂജകളെല്ലാം കൊണ്ടതിന് ശേഷം ചിറക്കടവ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെത്തി. ചിറക്കടവ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിന് തൊട്ടടുത്ത് തന്നെ പണി കഴിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു ക്ഷേത്രമാണ് ചിറക്കടവ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. മാസത്തിലെ രോഹിണി നാളിൽ മാത്രമാണ് ചിറക്കടവ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം പൂജകൾക്ക് വേണ്ടി നട തുറക്കാറ്. പണ്ടൊക്കെ വല്യമ്മമാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, കണ്ണനെ കാണാൻ പോകുമ്പോൾ കയ്യിലൊരു പൂവോ തുളസിക്കതിരോ എന്തേലും കരുതിക്കൊണ്ട് പോകണമെന്ന്. അങ്ങനെയുള്ള കണ്ണൻ്റെ നടക്കിൽ ഒരു നെയ്വിളക്ക് കത്തിക്കുക എന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ചിറക്കടവ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ പിൻഭാഗത്ത് നിന്നാൽ നമുക്ക് ചിറക്കടവ് ശ്രീ മഹാദേവ ക്ഷേത്രം കാണാൻ സാധിക്കും. ആ ഒരു കാഴ്ചയാണിത്. അങ്ങനെ കണ്ണനെ കണ്ട് വഴിപാടുകളെല്ലാം നടത്തി തൊഴുതിറങ്ങപ്പോഴാണ് കണ്ണനെ നിങ്ങളെയും കൂടെ കാണിച്ചേക്കാന്ന് ഓർത്തത്. എത്ര ഭംഗിയിലാണ് തിരുമേനി ചന്ദനം ചാർത്തി തുളസിമാല അണിഞ്ഞ് കണ്ണനെ ഒരുക്കിയിരിക്കുന്നത്.